നമസ്കാരം. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വാക്പോരും സൈനിക നീക്കങ്ങളുമൊക്കെ തന്നെ ഒരുപോലെ കടുക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇറാന്റെ ഭരണ നേതൃത്വം യുദ്ധം ഭയന്ന് സുരക്ഷിത താവളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണെന്ന അമേരിക്കൻ പരിഹാസത്തിന് മറുപടിയായിട്ട് ഇറാന്റെ ഉന്നത നേതാക്കൾ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ജനകീയ റാലികളിൽ ഭരണാധികാരികൾ പങ്കുചേർന്നത് അമേരിക്കയ്ക്കുള്ള ശക്തമായിട്ടുള്ള താക്കീതായിട്ടാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇവിടെ വിലയിരുത്തുന്നത്. കാരണം വെറും പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങാതെ തങ്ങൾ ജനങ്ങൾക്കൊപ്പം തന്നെ ഉണ്ട് എന്ന് ലോകത്തെ അറിയിക്കാനായിട്ട് ഇതിലൂടെ ഇറാന് സാധിച്ചു. US വാർ സെക്രട്ടറി പീറ്റർ ഹെക്സത്തിൻ്റെ വിവാദ പരാമർശമാണ് ഈ സംഭവവികാസങ്ങൾക്ക് തുടക്കമിട്ടത്. ഇറാൻ നേതാക്കൾ ഭീരുക്കളെ പോലെ ബങ്കറുകളിൽ കഴിയുകയാണെന്നും പുറത്തിറങ്ങാൻ അവർക്ക് ഭയമാണെന്നുമായിരുന്നു ഹെക്സത്തിൻ്റെ ആരോപണം. ഇതിനെ പ്രതിരോധിക്കാൻ റമദാനിലെ അവസാന വെള്ളിയാഴ്ച നടന്ന ഖുദ്സ് ദിന റാലിയാണ് ഇറാൻ തിരഞ്ഞെടുത്തത്. ടെഹ്റാൻ നഗരത്തിലൂടെ ആയിരക്കണക്കിന് ജനങ്ങൾക്കൊപ്പം ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, അതുപോലെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അറാച്ചി, ദേശീയ സുരക്ഷാ സമിതി മേധാവി അലി ലാരിജാനി എന്നിവർ പരസ്യമായി മാർച്ച് നടത്തി. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത് അമേരിക്കയുടെ വാദങ്ങളെ പൊളിച്ചെടുക്കുന്നതായിരുന്നു. റാലിക്കിടെ ഇറാൻ നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങളും ഏറെ ശ്രദ്ധേയമായിരുന്നു. അമേരിക്കൻ നേതാക്കൾ എപ്സ്റ്റൈൻ ദ്വീപ് പോലെയുള്ള സ്വകാര്യ ഇടങ്ങളിൽ സമയം ചെലവഴിക്കുമ്പോൾ തങ്ങൾ ജനമധ്യത്തിലാണെന്ന് അലി ലാരിജാനി പരിഹസിച്ചു. മാധ്യമങ്ങളോട് നേരിട്ട് സംസാരിച്ചും ജനങ്ങളുമായി ഇടപഴകിയും തങ്ങളുടെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ ഇവർ മറന്നില്ല. സമാനമായിട്ടുള്ള രീതിയിൽ ഇറാൻ്റെ ജുഡീഷ്യറി തലവൻ ഗൊലാം ഹുസൈൻ മൊഹ്സാനി മാധ്യമങ്ങളെ കാണുകയുണ്ടായി. തൊട്ടടുത്ത പ്രദേശങ്ങളിൽ മിസൈൽ ആക്രമണം നടക്കുമ്പോഴും പതറാതെ അദ്ദേഹം പ്രതികരിച്ചത് ഇറാൻ്റെ സൈനികവും ഭരണപരവുമായിട്ടുള്ള നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതേസമയം ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള മുജ്തബ ഖമനേയിയുടെ അസാന്നിധ്യത്തെ ചൊല്ലി അഭ്യൂഹങ്ങൾ ഇപ്പോൾ ശക്തമാണ്. അദ്ദേഹം പരിക്കേറ്റ ചികിത്സയിലാണെന്ന് ഇറാൻ സമ്മതിക്കുന്നുണ്ടെങ്കിലും പരിക്ക് അതീവ ഗുരുതരമാണെന്നാണ് അമേരിക്കയുടെ വാദം. ഈ സാഹചര്യത്തിൽ മുജ്തബ ഖമനേയി ഉൾപ്പെടെയുള്ള 10 ഉന്നത ഉദ്യോഗസ്ഥരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് അമേരിക്ക $10 ദശലക്ഷം ഏകദേശം 92 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ പ്രമുഖരെ ലക്ഷ്യമിട്ടാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു നീക്കം നടത്തുന്നത്. ഇത് ഇറാൻ്റെ സൈനിക വ്യൂഹത്തിൽ വിള്ളലുണ്ടാക്കാനുള്ള തന്ത്രമായിട്ടാണ് കരുതപ്പെടുന്നത്. യുദ്ധം 14 ദിവസം പിന്നിടുമ്പോൾ തങ്ങളുടെ ആയുധശേഷി വെളിപ്പെടുത്തിക്കൊണ്ട് ഇറാൻ പുതിയ വീഡിയോകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തുവിടുകയാണ്. ഇതുവരെ ഉപയോഗിക്കാത്ത ബ്രഹ്മാസ്ത്രങ്ങൾ ഇനിയും തങ്ങളുടെ കൈവശമുണ്ടെന്നും യുദ്ധം കടുപ്പിക്കാൻ തങ്ങൾ തയ്യാറാണെന്നും ഇറാൻ ഇവിടെ മുന്നറിയിപ്പ് നൽകുകയാണ്. ഭൂഗർഭ മിസൈൽ നഗരങ്ങളുടെയൊക്കെ തന്നെ ദൃശ്യങ്ങളും ഡ്രോൺ ശേഖരവും ഇതിൻ്റെ ഭാഗമായിട്ട് പ്രചരിക്കപ്പെട്ടു. അങ്ങനെ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം വിനാശകാരികളായിട്ടുള്ള ആയുധങ്ങൾ പുറത്തെടുക്കാൻ മടിക്കില്ലെന്ന് വ്യക്തമാക്കിയതിലൂടെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇവിടെ ടെഹ്റാൻ നൽകിയിരിക്കുന്നത്. കടൽ മാർഗമുള്ള പ്രതിരോധത്തിൽ ഇറാൻ വരുത്തിയ മാറ്റങ്ങളും ലോകരാഷ്ട്രങ്ങളെ ഏറെ അമ്പരപ്പിക്കുന്നതാണ്. ഹോർമുസ് കടലിടുക്കിന് സമീപം 100 കണക്കിന് സൂയിസൈഡ് നോവൽ ഡ്രോണുകൾ ഇറാൻ വിന്യസിച്ചിട്ടുണ്ട്. കപ്പലുകളെ ലക്ഷ്യമിട്ട് കടലിനടിയിലൂടെ സഞ്ചരിച്ച് പൊട്ടിത്തെറിക്കുന്ന ഈ ഡ്രോണുകൾ ആഗോള കപ്പൽ ഗതാഗതത്തിന് വലിയ ഭീഷണിയാണ് ഇപ്പോൾ ഉയർത്തുന്നത്. US യുദ്ധക്കപ്പലുകളെ നേരിടാൻ ലക്ഷ്യമിട്ടുള്ള ഈ ഒരു ഡ്രോണുകൾ യുദ്ധമുഖത്ത് വിന്യസിക്കുന്നത് അത് ആദ്യമായാണ്. അമേരിക്കൻ നാവികസേനയുടെ മുന്നേറ്റം തടയാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് തെളിയിക്കാനാണ് ഇറാൻ ഇതിലൂടെ ശ്രമിക്കുന്നത്. മറുഭാഗത്ത് അമേരിക്ക തങ്ങളുടെ സൈനിക വിന്യാസം അതിവേഗം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. USS ട്രിപ്പോളി എന്ന കരുത്തുറ്റ പടക്കപ്പൽ ഇറാൻ തീരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. ഇതിൽ 2500-ലധികം സൈനികരും അതോടൊപ്പം തന്നെ ആധുനിക യുദ്ധവിമാനങ്ങളായിട്ടുള്ള F-35 ലൈറ്റനിങ്ങും ഒപ്ര വിമാനങ്ങളും ഒക്കെ തന്നെ ഉൾപ്പെടുന്നുണ്ട്. കരയുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണിത്. ഇൻഡോ പസഫിക് കമാൻഡിന് കീഴിലുള്ള പ്രത്യേക യൂണിറ്റാണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. പടക്കപ്പലിൻ്റെ സാന്നിധ്യം അത് പേർഷ്യൻ ഗൾഫിലും അതോടൊപ്പം തന്നെ അറബിക്കടലിലും അമേരിക്കയുടെ ആക്രമണശേഷി ഇരട്ടിയാക്കും. വ്യോമതാവളങ്ങളുടെ സഹായമില്ലാതെ തന്നെ ശക്തമായിട്ടുള്ള ആക്രമണം ഏകോപിപ്പിക്കാനായിട്ട് കഴിയുന്ന സംവിധാനങ്ങളാണ് USS ട്രിപ്പോളിയിലുള്ളത്. നിരവധി ട്രാൻസ്പോർട്ട് ഷിപ്പുകളും യുദ്ധക്കോപ്പുകളും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് മേഖലയിലേക്ക് എത്തുന്നുണ്ട്. ഇറാൻ്റെ ഓരോ നീക്കത്തെയും സൈനികമായിട്ട് നേരിടാനാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകൂടം ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ സംഘർഷം കൂടുതൽ രൂക്ഷമാകുമെന്നും ഇത് ഒരു ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നുള്ള ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം.